ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 2 ഗ്ലാസ് ബസ്മതി അരിയാണ്. ഇതേപോലെ വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വയ്ക്കുക. ഈ ഒരു ഗ്ലാസ് അളവിലാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നീട് വേണ്ടത് കുറച്ച് സ്പൈസസ് ആണ്. സ്പൈസസ് ഈ ഒരു അളവിലെടുത്താൽ മതി. പിന്നെ വേണ്ടത് 3 വലിയ സബോള ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ ഒരു 2-3 തക്കാളി മീഡിയം സൈസ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, അതേപോലെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പിടി മല്ലിയില, അതേപോലെ തന്നെ പുതിനയില എടുത്തിട്ടുണ്ട്, പിന്നെ ഏകദേശം 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള നെയ്യ് എടുത്തിട്ടുണ്ട്, പിന്നെ അധികം പുളിയില്ലാത്ത തൈര്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ഫുൾ നീരെടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരകിയത് വേണം കേട്ടോ. തേങ്ങാപ്പാൽ എടുക്കാനാണ് ഏകദേശം ഒരു 3/4 ഗ്ലാസോളം തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ അടിക്കട്ടിയുള്ള പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു. അതിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ചേർത്തിട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ സ്പൈസസ് ഒക്കെ മൂത്ത് വന്നതിന് ശേഷം ഞാൻ സവോള ഇട്ട് കൊടുത്തു. സവോള നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുത്തത് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി, അതേപോലെ 4 പച്ചമുളകുമാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് തക്കാളിയാണ് കേട്ടോ. തക്കാളി ഇതേപോലെ നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. പിന്നെ അതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുത്തത് മല്ലിയിലയും പുതിനയിലയും ആണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മുളക് പൊടിയും അതേപോലെ ഗരം മസാലയും ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു മുഴുവനായിട്ടുള്ള ചെറുനാരങ്ങയുടെ നീരാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു 1/4 കപ്പ് തൈരാണ് കേട്ടോ. അധികം പുളിയില്ല, മീഡിയം പുളി മതി. എന്നിട്ട് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്തു. അങ്ങനെ ഇത് തുറന്ന് നോക്കിയതിന് ശേഷം ഞാൻ അതിലോട്ട് നേരത്തെ തന്നെ കഴുകി വെച്ച ചിക്കൻ പീസസ് എല്ലാം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മസാലയും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ചിക്കൻ വേവുന്നത് വരെ ഏകദേശം ഒരു 10-20 മിനിറ്റ് നന്നായിട്ട് ചിക്കൻ ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ ചിക്കൻ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് നേരത്തെ തന്നെ കഴുകി സോക്ക് ചെയ്ത് വെച്ച അരിയാണ് കേട്ടോ. അപ്പോൾ വെള്ളമില്ലാതെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചിക്കനിലോട്ട് ഈ അരി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ശേഷം ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു 3/4 ഗ്ലാസോളം ഒന്നാം പാലാണ് കേട്ടോ. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത് ഏകദേശം 2 ഗ്ലാസ് ബസ്മതി അരിയാണല്ലോ ഞാൻ എടുത്തത്. അപ്പോൾ 4 ഗ്ലാസ് ചൂടുവെള്ളം ആണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. അങ്ങനെ ഉപ്പ് നമ്മളെപ്പോഴും ഇടുമ്പോൾ ഉപ്പ് എപ്പോഴും ഒരു പൊടിക്ക് വെള്ളത്തിന് മുന്നിലോട്ടായിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ അരി വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് എല്ലാത്തിലും എത്തുള്ളൂ. അങ്ങനെ ഇപ്പോൾ എൻ്റെ ബിരിയാണി ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് ആവി പോവാതെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തപ്പോൾ കറക്റ്റായിട്ട് അരിയൊക്കെ വെന്ത് വന്നു. പല അരിക്കും പല വേവാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ അതിനനുസരിച്ചിട്ട് മാറ്റണം. ഇപ്പോൾ ഇതാ എൻ്റെ ബിരിയാണി കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നു. ഭയങ്കര ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി എന്ന് പറയുമ്പോൾ പലർക്കും അത്ര ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നല്ല ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക് യു.